തുടരുന്നു. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് മലയാളി സരസ്വതി സമ്മാൻ അർഹനാവുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 12 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളി സരസ്വതി സമ്മാൻ അർഹനാവുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് മലയാളി സരസ്വതി സമ്മാൻ അർഹനാവുന്നത്. അച്യുതൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഒരു 15 വർഷത്തിനു ശേഷമാണ് മലയാളത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അത് സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൃതി പരിശോധിച്ചു കഴിഞ്ഞാൽ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 പ്രസിദ്ധീകരിച്ച കൃതിയാണ്. അതിന് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ, സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ അവാർഡുകളും ലഭിച്ചിരുന്നു. ഈ സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരു 15 വർഷത്തിന് ശേഷമാണ് അതൊരു മലയാള രംഗത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്തും എല്ലാം തന്നെ മികവ് പുലർത്തിയ ഒരാൾ കൂടിയാണ് പ്രഭാവർമ്മ. ആ പ്രഭാവർമ്മയുടെ കൃതിക്കാണ് ഇപ്പോൾ ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണിത്. മലയാളത്തിന് 12 വർഷത്തിന് ശേഷമാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അച്യുതൻ, ഈ രൗദ്ര സാത്വികം എന്ന കൃതി പരിശോധിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം ഏത് രീതിയിലാണ്? അധികാരവും കലയും തമ്മിലുള്ളൊരു സ്നേഹദ്വേഷമായ സംഘർഷമാണ് ഈ കവിതയുടെ ഒരു ഇതിവൃത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയായിരിക്കും അദ്ദേഹത്തിന് ഈ 12 വർഷത്തിന് ശേഷം മലയാളിക്ക് ഈ പുരസ്കാരം സമ്മാനിക്കാനുണ്ടായ കാരണം. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും ആ കൃതിയിലൂടെ ആ ഒരു ആശയം, അതായത് അധികാരവും രാഷ്ട്രീയവും കലയും എല്ലാം ഒത്തുചേരുന്ന ഒരു ആശയമാണ് ആ കൃതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം എന്ന് തന്നെ ഇതിനെ വിലയിരുത്താം. അത്തരമൊരു അംഗീകാരം അത് ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭാവർമ്മയുടെ കൃതിയിലൂടെ അത് കേരള മണ്ണിലേക്ക് കൂടി എത്തുകയാണ്. അതിന് വലിയ നേട്ടമായി തന്നെ മലയാളികൾക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു നേട്ടമായി പ്രഭാവർമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രഭാവർമ്മ, ഈ 12 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. താങ്കൾക്ക് ഈ പുരസ്കാരം എത്തുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു പുരസ്കാര നേട്ടത്തെ നോക്കിക്കാണുന്നത്? എന്താണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പങ്കുവെക്കാനുള്ളത്? വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഹരിവംശറായി ബച്ചനെ പോലെ ഉള്ളവർക്ക് കിട്ടിയ പുരസ്കാരമാണ്. നമ്മുടെ തന്നെ സുഗതകുമാരി അയ്യപ്പണിക്ക് സാറ്, അങ്ങനെ ബാലാമണിയമ്മ, ഇങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടിയതാണ്. രമാകാന്ത രഥിനെ പോലെ, സുനിൽ ഗംഗോപാധ്യായെ പോലെ ഒക്കെയുള്ള വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് കൈവന്നിട്ടുള്ള പുരസ്കാരമാണ്. അത് കവിതയുടെ ഒരു അനുഗ്രഹം എന്ന നിലയിൽ എൻ്റെ ശിരസിലേക്ക് കൂടി ഉതിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെയേറെ അഭിമാനകരമാണ്. എൻ്റെ എഴുത്തിൻ്റെ ഏതാണ്ട് 1/2 നൂറ്റാണ്ട് ഞാൻ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഈ ദേശീയ തലത്തിലുള്ള പുരസ്കാരം എനിക്ക് ലഭിക്കുന്നത് എന്നുള്ളതും വളരെയേറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തതെല്ലാം ഒന്നും പാഴായിപ്പോയില്ല എന്ന് ആരോ എന്നോട് പറയുന്നതായി ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്. ആ നിലയ്ക്ക് തീർച്ചയായും ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവിൽ വെച്ചുണ്ടാകുന്ന അനുഗ്രഹം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ കൃതിക്കുള്ള പുരസ്കാരം എന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 2 പുരസ്കാരങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഏറ്റവും ടോപ്പ് എന്ന് പറയാവുന്നത് അതിൽ ഒന്നാണ് സരസ്വതി സമ്മാനം എന്നുള്ളത് ഇതിന്റെ സന്തോഷത്തെ ഇരട്ടിപ്പിക്കുന്നുമുണ്ട്. അതെ, എന്തായാലും സാഹിത്യത്തിനുള്ള രാജ്യത്തെ പ്രധാന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 12 വർഷത്തിന് ശേഷം ഒരു മലയാളിക്ക് ലഭിക്കുക കേരളത്തിന് തന്നെ ഒരു അഭിമാന നിമിഷമാണ്. അതെ, മലയാള ഭാഷയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സാഹിത്യ പുരസ്കാരം കൊണ്ടുവരാൻ ഞാനൊരു ഉപകരണമായി എന്നുള്ളത് തീർച്ചയായും എനിക്ക് സന്തോഷകരമാണ്.
നമ്മുടെ ഭാഷ സംബന്ധിച്ച അഭിമാന ബോധത്തിൻ്റെതായ ഒരു നിമിഷത്തിലുമാണ് ഞാനിപ്പോൾ. വളരെയധികം നന്ദി ശ്രീ പ്രഭാവർമ്മ 24-നോട് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് മലയാളി ഒരു സരസ്വതി സമ്മാനം അർഹനാവുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്മിത ഹരിദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്മിത, ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സന്തോഷം. അത് കേരളത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിലേക്ക് ആ പുരസ്കാരം 12 വർഷത്തിന് ശേഷം എത്തുകയാണ്. എങ്ങനെ വിലയിരുത്താം അദ്ദേഹത്തിന്റെ ഒരു കൃതി, അദ്ദേഹത്തിന്റെ ആ കൃതിയുടെ ഉള്ളടക്കം എന്താണ് സ്മിത? കീർത്തന, ഈ ഒരു കൃതി തന്നെ വളരെ, അതിൻ്റെ പേര് തന്നെ രൗദ്ര സാത്വികം, രൗദ്രവും സാത്വികവും ഒരുപോലെ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, ആ കൃതി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള കൃതിയാണ്. സരസ്വതി സമ്മാൻ പുരസ്കാരം തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു പുരസ്കാരം എന്നുള്ള രീതിയിൽ തന്നെ വേണം കാണാൻ. സർ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ വിപ്ലവം, രക്തരൂക്ഷിതമായ വിപ്ലവം, അതിനുവേണ്ടി ഒരു വിപ്ലവകാരിയെ തന്നെ കൂട്ടത്തിൽ നിന്ന് നേതാവിനെ വിടുന്നു. സർ ചക്രവർത്തിയെ വധിക്കാൻ വേണ്ടി ബോംബുമായി ചെല്ലുന്ന ഈ വിപ്ലവകാരി കാണുന്നത് ചക്രവർത്തിയുടെ മടിയിലിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനെ, അതിൻ്റെ ശരീരം, പിഞ്ചു ശരീരം, പൂ പോലുള്ള ഉടൽ ചിതറിത്തെറിക്കുന്നത് കാണുവാനുള്ള വേദന കൊണ്ട് ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറി. പിന്നീട് അയാൾ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. അതുപോലെ നാട് വിട്ട് തന്നെ പോകേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ ലക്ഷ്യത്തിനായി പോലും ഒരു കുഞ്ഞിൻ്റെ പൂവുടൽ അത് ചിതറിത്തെറിക്കുന്നതോർത്ത് ആ രൗദ്രമായ ഒരു കർമ്മത്തിൽ നിന്ന് സാത്വിക ഭാവത്തിലേക്ക് ഇത് പോകുന്നു എന്നുള്ള രീതിയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കവിത, ഒരു കാവ്യ പ്രമേയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രമേയത്തിന് തന്നെ ആകണം ഇതിൻ്റെ ഈ സമ്മാനം എത്തിച്ചേർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പ്രഭാവർമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കാത്തത് എന്നുള്ളതാണ്. കവിയാണ്, എഴുത്തുകാരനാണ്, ഗദ്യ പദ്യ സാഹിത്യമെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശ്യാമമാധവം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കൃതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മാധ്യമ മേഖലയിലും ഒരുപാട് വർഷം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഈ സമകാലിക കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ലേഖനങ്ങൾ, മികച്ച ലേഖനങ്ങൾ എഴുതാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നമുക്കറിയാം. പിന്നെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ അദ്ദേഹം ജഡ്ജായി വരുമ്പോൾ അദ്ദേഹത്തിനെ നമ്മൾക്ക് മലയാളികൾ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. ആ രീതിയിൽ അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചലച്ചിത്ര ഗാന രചനയ്ക്ക് രജത കമൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 3 സംസ്ഥാന അവാർഡുകൾ ചലച്ചിത്ര ഗാനരചനയ്ക്ക്. നാടക ഗാനരചനയ്ക്ക് 2 സംസ്ഥാന പുരസ്കാരം. മാധ്യമപ്രവർത്തന രംഗത്തും അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദശാബ്ദത്തിലെ മികച്ച സാഹിത്യകൃതിക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് ശ്യാമമാധവത്തിന് ലഭിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് ശ്രീ പ്രഭാവർമ്മ. പദ്യഗദ്യ കൃതികൾക്ക് സമ്മാനം നൽകുന്ന ഈ സരസ്വതി സമ്മാനിൻ്റെ പ്രത്യേകത തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് തന്നെ പറയാം. 15 ലക്ഷം, സാഹിത്യത്തിന് ലഭിക്കുന്ന 15 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലൊക്കെ തന്നെ നമ്മുടെ മലയാളത്തിൽ ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി, ഈ 3 പേർക്ക് ശേഷം ഇപ്പോൾ 12 വർഷത്തിന് ശേഷം സരസ്വതി സമ്മാൻ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെ വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് സാഹിത്യത്തെ, വാക്കുകളെ, രചനകളെ, കവിതയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാവുന്ന ഒരു പുരസ്കാര നേട്ടം തന്നെയാണ് ശ്രീ പ്രഭാവർമ്മ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. കീർത്തന. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.